അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ബാറ്റയുടെ കാര്യം എടുത്താൽ ബാറ്റയിൽ സെയിൽസ് ഗ്രോത്ത് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വളരെ ചെറിയ 1% താഴെ മറ്റുള്ളൂ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ. ഫുൾ ഫൈനാൻഷ്യൽ ഇയറിലെ കാര്യമാണ് പറയുന്നത്. 1% താഴെയുള്ള അവരുടെ സെയിൽസ് ഗ്രോത്ത്. അതുപോലെ പ്രോഫിറ്റിൽ നോക്കി കഴിഞ്ഞാൽ പ്രോഫിറ്റിൽ ഡീ ഗ്രോത്ത് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്റ നമ്മൾ ഒഴിവാക്കുകയാണ്. പിന്നീട് രണ്ടാമത് നമുക്ക് നോക്കിയാൽ ക്യാമ്പസ് നോക്കിയാൽ ക്യാമ്പസിൽ ഏകദേശം 13% അവർക്ക് റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ നിന്ന് ഇവർക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് വരുമ്പോൾ ഇവരുടെ റവന്യൂവിൽ നല്ലൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്, 15% ഗ്രോത്തും. അതുപോലെ തന്നെ പ്രോഫിറ്റിൽ നോക്കിയാൽ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 26% അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. 11% റവന്യൂ ഗ്രോത്ത്, 26% പ്രോഫിറ്റ് ഗ്രോത്ത്. പിന്നീട് നമ്മൾ അടുത്ത് നോക്കിയാൽ ഇപ്പം റിലാക്സോ നോക്കി കഴിഞ്ഞാൽ റിലാക്സോയിൽ ഈ പറഞ്ഞാൽ റവന്യൂലാണെങ്കിലും പ്രോഫിറ്റിലാണെങ്കിലും വലിയ ഗ്രോത്ത് കാര്യങ്ങളൊന്നുമില്ല. അവർ ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഒരു ചെറിയ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് റവന്യൂലും അതേപോലെ തന്നെ പ്രോഫിറ്റ്. ലോൺ തന്നെ റിലാക്സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ മെട്രോ ബ്രാൻഡ് എടുത്ത് നോക്കിയാൽ മെട്രോയിൽ ഏകദേശം 14% റവന്യൂ ഗ്രോത്തും അവർക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് ഏകദേശം 21% പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ ക്യാമ്പസിൽ 11% റവന്യൂ ഗ്രോത്ത്, മെട്രോയിൽ 14% റവന്യൂ ഗ്രോത്ത്. ഇതാണ് ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് റെഡ് ടേപ്പിൽ എന്ത് സംഭവിച്ചെന്നുള്ള. റെഡ് ടേപ്പിൽ നോക്കി കഴിഞ്ഞാൽ 20% റവന്യൂ ഗ്രോത്ത് അവർക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ ഏകദേശം 42% ഗ്രോത്ത് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 3 പ്ലേയേഴ്സ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തിരിക്കുന്നത്. അവിടെ നോക്കുമ്പോൾ ക്യാമ്പസ് 11%, മെട്രോ 14%, റെഡ് ടേപ്പ് നോക്കിയാൽ 20%-ഓളം ഗ്രോ ചെയ്തിട്ടുണ്ട്. 19.5 ആണ് കൃത്യമായിട്ട് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ 3 പ്ലേയേഴ്സിന് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവരുടെയൊക്കെ മാർജിൻസിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്ത കമ്പനികൾക്കൊക്കെ ഇവരുടെ മാർജിൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന സ്റ്റോക്കായി നോക്കി കഴിഞ്ഞാൽ റെഡ് ടേപ്പ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റും. റെഡ് ടേപ്പിന്റെ ഗ്രോത്ത് 20% റവന്യൂ, 42% പ്രോഫിറ്റ് ഗ്രോത്തുമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഇപ്പം ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ഇവരുടെ കഴിഞ്ഞ വർഷം നോക്കിയാൽ കഴിഞ്ഞ വർഷം 9% ആയിരുന്നു ഇവരുടെ റവന്യൂവിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. 10% റവന്യൂ ഗ്രോത്ത്. അതുപോലെ തന്നെ പ്രോഫിറ്റിൽ ഡീ ഗ്രോത്ത് ആയിരുന്നു. അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്തേക്ക് 9-10% നിന്നും 20% റവന്യൂ ഗ്രോത്ത് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റിൽ ഡീ ഗ്രോത്ത് വന്ന കമ്പനിയുടെ പ്രോഫിറ്റ് ഏകദേശം 42% ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലേക്ക് വന്നപ്പോഴത്തേന് ഈ നമ്പേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് ഇവരുടെ ROEയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ROE ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ ഇവരുടെ ഈ ഫിഗേഴ്സിന്റെ ഒക്കെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓൾറെഡി ഈ സെക്ടറിലെ അവർ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിയാണ് ഈ ഒരു ബിസിനസ്സിൽ ഈ ഒരു വർഷം നോക്കിയാൽ ഈ ഒരു സെക്ടറിൽ. അതിന് അടുത്ത വർഷം ഇവരുടെ പെർഫോമൻസ് ആണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഈ റവന്യൂ ഗ്രോത്ത് 20% മുകളിലേക്ക് പോകും. അതുപോലെ തന്നെ പ്രോഫിറ്റിൽ ഗ്രോത്ത് വരുമോ എന്നുള്ള കാര്യം, ഇവരുടെ മാർജിൻസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവും എന്നുള്ള കാര്യം, അതുപോലെ തന്നെ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ ഇവർ തന്നെയായിരിക്കും ഈ ഒരു സെക്ടറിൽ ലീഡ് ചെയ്യുന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് ഇനി അറിയേണ്ടത്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് ബിസിനസ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലെ ഓരോ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ മെട്രിക്കുകളാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ഫോർവേഡ് PE കാര്യങ്ങളൊക്കെ നോക്കാം. അവരുടെ വാല്യൂഷൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളോട് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് റെഡ് ടേപ്പിന്റെ ബിസിനസ്സിലേക്ക് കിടക്കാം. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഇവർ സെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഫുഡ്വെയർ ആണ് ഇവരുടെ മെയിൻ ആയിട്ട് റവന്യൂലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരിപ്പോൾ അപ്പാരൽസ് കൂടെ സെൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് മെൻസിന്റെ ഉണ്ട്, വുമൻസിന്റെ ഉണ്ട്. അതുപോലെ തന്നെ ഇവർ പുതിയതായിട്ട് ഈ ഒരു കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്താണ് ആക്സസറീസ്, സൺഗ്ലാസ് പോലുള്ള ആക്സസറീസ് കാര്യങ്ങളൊക്കെ